ആരവല്ലി പർവ്വത മേഖലയിൽ ഖനനത്തിനുള്ള തുടർ നടപടികൾ തടഞ്ഞു സുപ്രീം കോടതി. കോടതിയുടെ മുൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിലവിലെ വിദഗ്ധ സമിതിയുടെ ശുപാർശകളും കോടതി ഉത്തരവും തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും മലനിരകൾ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾക്കും കോടതി നോട്ടീസ് അയച്ചു. ആരവല്ലി മലനിരകളെ പർവ്വതങ്ങളായി കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിലെ മാറ്റം സംബന്ധിച്ച് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. സുസ്ഥിര ഖനന പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയ നവംബർ 20 സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ അവധിക്കാല ബെഞ്ച് തടഞ്ഞു. മാനദണ്ഡങ്ങളിലെ മാറ്റം സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പുതിയ വിദഗ്ധ സമിതിയെ സുപ്രീം കോടതി നിയോഗിക്കും. സുതാര്യവും പക്ഷപാതരഹിതവും സ്വതന്ത്രവുമായ ഒരു വിദഗ്ധ റിപ്പോർട്ട് ആവശ്യമാണെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് നൽകുന്നതുവരെ പർവ്വത മേഖലയിൽ തുടർ നടപടികൾ പാടില്ല. ആരവല്ലി പർവ്വതനിരകൾ കണക്കാക്കുന്നതിലെ നിർവചനം ഏത് തരത്തിൽ ബാധിക്കുമെന്നും വിദഗ്ധ സമിതി പരിശോധിക്കണം. 2 മലനിരകൾ തമ്മിൽ 500 മീറ്റർ അന്തരമുണ്ടെങ്കിൽ ഖനനാനുമതി നൽകാമെന്ന നിർദ്ദേശത്തിൽ സുപ്രീം കോടതി ആശങ്ക ഉയർത്തി. ആരവല്ലി പർവ്വതനിരകളുടെ ഘടനയോ പരിസ്ഥിതിയോ തകരരുത്. പർവ്വതങ്ങളായി പരിഗണിക്കുന്നതിലെ ഉയരം സംബന്ധിച്ചും സമിതി പരിശോധിക്കണം. വിദഗ്ധ സമിതിയെ തീരുമാനിക്കുന്നതിൽ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയും മുതിർന്ന അഭിഭാഷകൻ PS പരമേശ്വറും കോടതിയെ സഹായിക്കണമെന്നുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. ആരവല്ലി പ്രദേശത്തെ ഖനനത്തിൽ തൽസ്ഥിതി അറിയിക്കാൻ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. സ്വമേധയാ സ്വീകരിച്ച ഹർജി സുപ്രീം കോടതി ജനുവരി 21 വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.